നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു, പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ് ഇപ്പോൾ. ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ പാരീസിലെ ലാസ്റ്റത്തെ ദിവസമാണ്. ഇന്ന് വൈകുന്നേരം 11 മണിയാകുമ്പോഴേക്കും നമ്മൾ തിരിച്ച് ഡ്യൂസൽഡോർഫിലേക്ക്, അതായത് നമ്മൾ ജർമ്മനിയിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ ഐറ്റിനറി എന്ന് പറയുന്നത് അതെല്ലാം ഞാനാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇവർക്ക് ആർക്കും സത്യം പറഞ്ഞാൽ നമ്മളിന്ന് എവിടെയാണ് പോകണമെന്ന് തന്നെ അറിയാൻ പാടില്ല. ഞാനാണ് ഇവിടുത്തെ ഫുൾ ഐറ്റിനറിയും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഫസ്റ്റത്തെ നമ്മുടെ കാണാൻ പോകേണ്ട സ്പോട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് ലൗറെ മ്യൂസിയത്തിലേക്കാണ്. അത് അങ്ങനെയാണോ പ്രൊണൗൺസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല, ഒരു ഫ്രഞ്ച് വേർഡ് ആയിരിക്കുള്ളൂ അത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രൊണൗൺസ് ചെയ്യണ കറക്റ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് ലൗറെ മ്യൂസിയത്തിലേക്കാണ് പോകുന്നത്. അവിടെയാണ് നമ്മളുടെ വേൾഡ് ഫേമസ് പെയിൻറ്റിംഗ് ആയിട്ടുള്ള മൊണാലിസ ഉള്ളത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നമ്മൾ മ്യൂസിയത്തിലേക്ക് പോകാനുള്ള വഴി കണ്ടുപിടിച്ചുകൊണ്ട് നടക്കുകയാണ്. ഫ്രഞ്ച് ആർക്കിടെക്ചർ ആക്ച്വലി ഭയങ്കര അടിപൊളിയാണ് കേട്ടോ, ഭയങ്കര സൂപ്പർ ആർക്കിടെക്ചറാണ്. പിന്നെ ബിൽഡിങ്സ് ഒക്കെ ഭയങ്കര ഹൈറ്റ് ഉണ്ട്. ജർമ്മനിയിൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുള്ള ബിൽഡിങ്സ് ഒക്കെ ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്, പക്ഷെ എങ്കിലും അതിന് ഇത്രയും പൊക്കമില്ല. ഇവിടുത്തെ ബിൽഡിങ്സിനൊക്കെ മിക്കതും ഭയങ്കര പൊക്കമുണ്ട്, അതിൻ്റെ ആർക്കിടെക്ചറും ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഐറ്റിനറിയിൽ പ്ലാൻ ചെയ്ത ടൈമിലൊന്നും അല്ല ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയത്. അതുകൊണ്ട് എത്രത്തോളം കാര്യങ്ങൾ ഞങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. എന്നാലും ഞങ്ങൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ എൻജോയ് ചെയ്യുന്നൊരു ട്രിപ്പായിരിക്കും ഇത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതലും സ്പോട്ടുകൾ കാണാനായിട്ട് ധൃതി പിടിച്ച് പോകുന്നതിലും ഞങ്ങൾ എല്ലാവരും കൂടെ എൻജോയ് ചെയ്യുന്ന കുറച്ച് ടൈമാണ് ഞങ്ങൾ ഈ ട്രിപ്പിൽ പ്രിഫർ ചെയ്യുന്നത് കൂടുതലും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വന്നതുപോലെ തന്നെ ജർമ്മനിയിൽ നിന്ന് ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ നമുക്ക് രാവിലെ ആകുമ്പോൾ പാരീസ് എത്താവുന്ന ദൂരമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി വീണ്ടും പാരീസ് വരാനായിട്ടുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. 6 hours ഉള്ളൂ. അപ്പോൾ ദാ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ലൗറെ മ്യൂസിയം. പക്ഷെ നമ്മൾ ഇവിടെ എത്തിയപ്പോഴേക്കും നമുക്ക് ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ഉണ്ടായി. അന്ന് രാവിലെ പെട്ടെന്ന് അവിടുത്തെ എംപ്ലോയീസ് ഒരു സ്ട്രൈക്ക് വിളിച്ചിട്ട് ലൗറെ മ്യൂസിയം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ എത്തിയപ്പോഴാണ് ഇത് അറിഞ്ഞത്. നമ്മൾ ഓൾറെഡി ഓൺലൈൻ വഴി ടിക്കറ്റ് ഒക്കെ എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഇവർ റീഫണ്ട് തരും എന്നാണ് പറഞ്ഞത്. പക്ഷെ അറ്റ്ലീസ്റ്റ് 1 month എങ്കിലും എടുക്കും എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിപ്പോയി. ഞാൻ മൊണാലിസയെ കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിരുന്നു വന്നിരുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് അവിടുത്തെ അതോറിറ്റീസിനോടൊക്കെ കുറേ സംസാരിച്ച് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ, ഉച്ച കഴിഞ്ഞിട്ടെങ്കിലും തുറക്കോ കാര്യങ്ങളൊക്കെ ചോദിച്ചു. നമ്മളെന്തായാലും ഇന്ന് വൈകുന്നേരം തിരിച്ചു പോകുന്നതുകൊണ്ട് നമുക്ക് വേറെ വഴിയില്ല. എങ്ങനെയുണ്ട് പാരീസ്? എങ്ങനെയുണ്ട്? ഉറക്കെ പറയേക്കൂല. അടിപൊളി. ലൗറെ കാണാൻ പറ്റാത്തതിന്റെ വിഷമത്തിലാണ് ഞങ്ങളെല്ലാവരും. അതുകൊണ്ട് സങ്കടകരമായ കാര്യമായിപ്പോയി. ഞങ്ങൾ ഇനി നമ്മൾ KFCയിൽ ഫുഡ് അടിക്കാൻ പോകും. അയ്യോ എൻ്റെ പലറ്റൂര്. KFCയിൽ ഫുഡ് അടിക്കാൻ പോകും. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകാനുള്ള പദ്ധതിയിലാണ്. മ്യൂസിയത്തിൻ്റെ പുറത്ത് ഇതുപോലെ മ്യൂസിയത്തിലുള്ള പെയിൻറ്റിങ്സിനെ പറ്റി അതുപോലെ തന്നെ ആ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയൊക്കെ ഇതുപോലെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് നേരെ KFCയിലേക്ക് പോകാനായിരുന്നു ഡിസൈഡ് ചെയ്തെങ്കിലും എല്ലാവർക്കും ഉച്ചയ്ക്ക് 1 മണി ആ ഒരു ടൈം ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വിശക്കുന്നുള്ളതുകൊണ്ട് രാവിലെ ഞങ്ങൾ ഒന്നും കഴിക്കാത്തത് കൊണ്ടും നമുക്ക് ഇന്ത്യൻ ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം തോന്നി. പിന്നെ പാരീസിലാണെങ്കിൽ ഈ കാണുന്ന തമിഴ് സ്ട്രീറ്റ് ഭയങ്കര ഫേമസ് ആണ്. എല്ലാവരും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ കാണുന്ന തമിഴ് സ്ട്രീറ്റ്. പിന്നെ ലാസ്റ്റ് വീക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് പാരീസിൽ വന്നിട്ടുണ്ടായിരുന്നു. അവളിവിടെ വന്നപ്പോൾ മുനിയാണ്ടി വിലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് കഴിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ല അഫോർഡബിളും ആണ്, അതുപോലെ തന്നെ നല്ല ഫുഡും ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം ട്രാം ഇറങ്ങിയ ഉടനെ തന്നെ അധികം ടൈം എടുത്തില്ല, പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചു ഈ കാണുന്ന മുനിയാണ്ടി വിലാസ്. അപ്പോൾ ഞങ്ങൾ ആ സ്ട്രീറ്റിൽ കൂടെ ജസ്റ്റ് ഒന്ന് നടന്നപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ശരിക്കും ഒരു മിനി ഇന്ത്യ തന്നെയാണ് ആ ഒരു സ്ട്രീറ്റ് ഫുള്ള് നമുക്ക് കാണാൻ പറ്റുന്നത്. കുറേ ജ്വല്ലറികളും സാരീസും ഒക്കെ ഉള്ള ഷോപ്പുകൾ നമുക്ക് ആ പരിസരത്ത് കാണാമായിരുന്നു. പിന്നെ ഇതുപോലത്തെ ഇന്ത്യൻ ഹോട്ടലുകളും കുറേ ഉണ്ടായിരുന്നു. റെസ്റ്റോറൻറ്റ്സും ഹോട്ടലും ഒക്കെ ആയിട്ട് കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സമയം കളയാതെ മുനിയാണ്ടി വിലാസിൻ്റെ അകത്ത് കയറി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞ് മെനു കാർഡ് കൊണ്ടുവന്ന് വെച്ചപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അത്രയും ഇന്ത്യൻ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ബീഫ് കൊത്തു പൊറോട്ടയാണ് എല്ലാവരും ഓർഡർ ചെയ്തത്. ബിരിയാണി ആദ്യം ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ അവൾ കൊത്തു പൊറോട്ടയാണ് കഴിച്ചത്. അത് നല്ല അഫോർഡബിളും ആണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ നമ്മളെല്ലാവരും വേഗം കൊത്തു പൊറോട്ട ഓർഡർ ചെയ്ത് ഒരു ചായയും ഓർഡർ ചെയ്ത് കുടിച്ച് നല്ലോണം വയറങ്ങോട്ട് ഫില്ലാക്കി ലിതിയെ കഷ്ടപ്പെട്ട് എങ്ങനെ മുടങ്ങും ഏട്ടനും ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ കുറച്ച് ബാക്കി വെച്ച്, ഹെവി ആയിരുന്നു അതുകൊണ്ട്. ദിയ ടിഷ്യൂ പേപ്പർ മാത്രം ബാക്കി വെച്ച്. വെരി ഗുഡ്. ദിയ പറയൂ, ഫുൾ കൊത്തു പൊറോട്ട കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു?
ഞാൻ മാത്രമല്ല ലിതി പിന്നെ മിണുങ്ങിയായിരുന്നു. മുട്ടയുടെ പകുതി ഞാൻ മുടങ്ങി. എന്തായാലും മാത്രമായിരുന്നു നല്ലായിരുന്നു. ഇത് നമ്മുടെ ഇവിടത്തെ ഒരു തമിഴ് ഏരിയ എന്ന് പറയാൻ പറ്റുന്ന പോലത്തെ ഒരു സ്ഥലമാട്ടോ. ഓൾമോസ്റ്റ് ഇത് കണ്ടില്ലേ, സ്വർണ്ണാഭരണങ്ങളുടെ ഒക്കെ കട, ജ്വല്ലറി സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. സാരിയൊക്കെ ഇവിടെ കിട്ടുന്ന കടകളൊക്കെ ഉണ്ട്. പിന്നെ ഒരു മിനി ഇന്ത്യ, അതാണ് ഈ കാണുന്ന സ്ഥലം. സൗത്ത് ഇന്ത്യ ആണ് ഈ കാണുന്നത്. ഇപ്പൊ ഡോറയുടെ പ്രയാണം പോലെ നമ്മളിനി അടുത്തത് പോകുന്നത് മോൺമാർട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. അങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യണത് എനിക്ക് അറിയില്ല കേട്ടോ. അതെ, മോൺമാർട്ടെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോണത്. പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഗൈസ്. അപ്പൊ അങ്ങോട്ടാ നമ്മൾ അടുത്ത പോണേ. ഇവിടുന്ന് മെട്രോ എടുത്തിട്ടാണ് പോണേ. പക്ഷെ മെട്രോയിൽ കയറുമ്പോൾ ഫോൺ യൂസ് ചെയ്യാത്തത് കൊണ്ട് മെട്രോ ഒന്നും എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നില്ല ഗൈസ്. കാരണം ഇവിടെ കുറച്ച് സ്നാച്ചിങ്ങിന്റെ കുറച്ച് പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഫോൺ എടുക്കുന്നില്ല മെട്രോയുടെ അകത്ത് കയറുമ്പോൾ. പക്ഷെ ഞാൻ അവിടെ ചെന്നിട്ട് ബാക്കി കാണിക്കാം. എൻ്റെ ഇത്രയും നാൾ ഞാൻ ചെയ്ത ഒട്ടുമിക്ക ട്രാവൽ ബ്ലോഗ്സിലും തന്നെ ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് എഡിറ്റിംഗ് ലേറ്റ് ആവുമായിരുന്നു ഭയങ്കരമായിട്ട്. പക്ഷേ ഞാൻ ഇപ്രാവശ്യം വിചാരിച്ചു എന്തായാലും വ്ളോഗ് എടുക്കുമ്പോഴേക്കും നമുക്ക് റിയൽ ആയിട്ട് വോയിസ് തന്നെ ഡയറക്റ്റായിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ തന്നെ കൊടുത്തിട്ട് വീഡിയോസ് അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ കൂടുതലും ഇഷ്ടപ്പെട്ടതെന്നുള്ളത് നിങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ ചെയ്യാവേ. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ കൂടുതലും ഞങ്ങളുടെ റിയൽ ആയിട്ടുള്ള ആ സ്ഥലത്തുള്ള കൂടുതൽ എഡിറ്റിംഗ് ഒന്നും ഇല്ലാത്ത റോ ആയിട്ടുള്ള വോയിസും കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏതായാലും മുനിയാണ്ടി വിലാസിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ട്രാമൊക്കെ എടുത്തത് നമ്മൾ മോൺമാർട്ടയുടെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന കയറ്റം കയറി മുകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ മോൺമാർട്ട ആണ് കേട്ടോ. അത് ആ കാണുന്ന വൈറ്റ് കളർ ഒരു ബിൽഡിംഗ് കണ്ടില്ലേ, അതാണ് മോൺമാർട്ടെ ചേർച്ച്. ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് കയറ്റം കയറി കഴിഞ്ഞ് താഴോട്ട് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പാരീസിൻ്റെ നല്ല സൂപ്പർ ആയിട്ടുള്ള വ്യൂസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പോണ വഴിക്കൊക്കെ ഞങ്ങൾ നിർത്തി ഓരോ സ്പോട്ടിൽ നിന്ന് ഫോട്ടോ എടുത്ത് തന്നെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ഒരാൾ ഫോട്ടോ എടുക്കുമ്പോൾ മറ്റേ ആൾ അയാളുടെ ബാഗുകളും കാര്യങ്ങളൊക്കെ കയ്യിൽ പിടിക്കും. അങ്ങനെയായിരുന്നു ഞങ്ങൾ ഫോട്ടോ എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നമ്മള് മോൺമാർട്ടയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഞാനിപ്പോ ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പടിയിൽ നിന്നിട്ടാണ് അല്ലു അർജുൻ സാമജവരഗമന എന്ന് പറയുന്ന സോങ് ഇല്ലേ, അത് വൈകുണ്ഠാപുരം എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിമിൽ ഉള്ള സോങ് ആണ്. അതിൽ ഡാൻസ് കളിച്ചിട്ടുണ്ട് ഈ സ്റ്റെപ്പിൽ നിന്നിട്ട്. അപ്പോൾ നിങ്ങൾ ആ സോങ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് മോൺമാർട്ടെ. ഞങ്ങൾ ഇവിടുത്തെ വിസിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഇതിൻ്റെ അകത്ത് കയറണമെങ്കിൽ നമുക്ക് അത്യാവശ്യം പൈസ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇതിൻ്റെ അകത്ത് കയറുന്നില്ല. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പിൽ നിന്ന് സംസാരിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകാൻ പോയിട്ടുണ്ട്. നമുക്കിവിടെ മോൺമാർട്ടെ വിസിറ്റ് ചെയ്യാൻ വന്നിട്ട് തിരിച്ച് നമ്മൾ താഴോട്ട് ഇറങ്ങുന്ന ടൈമിൽ നമുക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ആഫ്രിക്കൻസ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ തമ്പടിച്ച് നിന്നിട്ട് അവർ നമ്മളെ കൊണ്ട് കയ്യിലൊരു യെല്ലോ കളർ ടാഗ് കെട്ടാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. നമ്മളെ ബലം പിടിച്ച് നിർത്തിയിട്ട് നമ്മുടെ കയ്യിൽ അത് ടൈ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അത് കെട്ടിക്കഴിഞ്ഞാൽ അവരെത്രയാണോ എമൗണ്ട് പറയുന്നത് നമ്മൾ അത് കൊടുക്കേണ്ടി വരുമായിരുന്നു. എന്തായാലും നമുക്ക് ദൈവം സഹായിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. നമ്മൾ അവിടെ നിന്ന് നേരെ വിട്ടു പോന്നിട്ട് വേഗം വന്നത് ആർക്ക് ഡി ട്രയോംഫും കൂടെ കാണാനായിട്ടാണ്. അവിടെ നിന്നുള്ളൊരു ഫോട്ടോ മാത്രമായിട്ടാണ് ഞാൻ എടുത്തത്. പെട്ടെന്ന് ആ ഒരു ഇതിൽ എനിക്ക് വീഡിയോസ് ഒന്നും അവിടെ നിന്ന് കവർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ മോൺമാർട്ടിൽ നിന്നും കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് നോട്രഡാം കത്തീഡ്രൽ കാണാനായിട്ടാണ്. നോട്രഡാം കത്തീഡ്രൽ കണ്ടിട്ട് അത് കൂടാതെ നമുക്ക് കുറച്ച് ഈഫൽ ടവറിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസും കൂടെ ക്യാപ്ചർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അതും കൂടെ തീർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ ട്രിപ്പ് അങ്ങോട്ട് വൈൻഡ് അപ്പ് ചെയ്യാനാണ്. നോട്രഡാം കത്തീഡ്രലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണിത് പാരീസിലെ. നമ്മളിത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ലഗേജ് വെച്ചിരിക്കുന്നത് നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ സ്റ്റോറേജിൻ്റെ അവിടെയാണ്. അപ്പോൾ അവിടെ പോയി നമ്മുടെ ലഗേജ് കളക്ട് ചെയ്ത് നമ്മൾ തിരിച്ച് ഫ്ലിക്സ് ബസ് എടുത്തിട്ട് തിരിച്ച് ജർമ്മനിയിലേക്ക് പോവുകയാണ്. നാളെ വെളുപ്പിന് 4:55 ആകുമ്പോൾ നമ്മൾ ജർമ്മനി എത്തും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു കുട്ടി പാരീസ് ട്രിപ്പ്. ഒരു 2 days ട്രിപ്പായിരുന്നു. പക്ഷേ എങ്കിലും മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്നതിൻ്റെ അത്രയും നമ്മൾ കവർ ചെയ്തു. കാണാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. പാരീസ് നമുക്ക് ജർമ്മനിയും സത്യം പറഞ്ഞാൽ ഒരു 6 hours ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനിയും ശരിക്കും പറഞ്ഞാൽ വരാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ധൃതി പിടിച്ച് എല്ലാം കൂടി ഈ 2 ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം കണ്ടിട്ടുണ്ട്. എന്നാലും ലൗറ മ്യൂസിയം ഒക്കെ നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന ട്രിപ്പിൽ നമുക്ക് മ്യൂസിയം ഒക്കെ കാണാം. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം കത്തീഡ്രൽ കാണാം കേട്ടോ.
കത്തീഡ്രൽ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് ഈഫൽ ടവറിൻ്റെ കുറച്ചും കൂടെ ഫോട്ടോസ് എടുക്കാനുള്ള ഒരു ആഗ്രഹം തോന്നി. കാരണം നല്ല രീതിയിലുള്ള ഫോട്ടോസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പെട്ടെന്നൊരു തോന്നൽ തോന്നിയതുകൊണ്ട് ഞങ്ങൾ അധികം വൈകിപ്പിക്കാതെ വേഗം ഈഫൽ ടവറിൻ്റെ നല്ലൊരു വ്യൂ കിട്ടുന്നൊരു സ്പോട്ടിലേക്ക് പെട്ടെന്ന് വന്നു. അവിടെ വന്നിട്ട് അവിടെ നിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഈഫൽ ടവറിനോട് ഫൈനലായിട്ട് ഒരു ചൂസും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ജർമ്മനിയിലേക്ക് തിരിക്കാൻ തീരുമാനിച്ചു. ഹേ ഗൈസ്, നമ്മളപ്പോൾ നമ്മുടെ പാരീസ് ട്രിപ്പിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട്. ഞങ്ങളിത് കഴിക്കാനായിട്ട് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് ഫ്ലിക്സ് ബസ്സിന് പോകാനായിട്ട് നിൽക്കുകയാണ്. രാത്രി 10 മണിക്ക് നമ്മുടെ ഫ്ലിക്സ് ബസ്സാണ്. വെളുപ്പിന് 4 മണിയാകുമ്പോൾ നമ്മൾ പാരീസ് എത്തുമെന്നാണ് വീണ്ടും പറയാൻ തന്നെ. ജർമ്മനി എത്തും. പിന്നെ അവിടെ നിന്ന് നമ്മളൊരു ട്രെയിനും കൂടെ എടുത്തിട്ടാണ് ഡ്യൂസൽഡോർഫിലേക്ക് പോകുന്നത്. അപ്പോൾ ഡ്യൂസൽഡോർഫിൽ നിന്ന് നമ്മൾ പാഡർബോണിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ട്രാം വരാറായിട്ടുണ്ട്. ഞാൻ ഇവിടെ വെച്ച് എൻ്റെ പാരീസ് വ്ളോഗ് എൻഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ല വ്ളോഗുമായിട്ട് കാണുമായിരിക്കും. ടാറ്റ ബൈ ബൈ, സീ യു ഗൈസ്. അപ്പോൾ എൻ്റെ എന്തായാലും ഈ 2 പാർട്ടായിട്ട് ഇട്ടിരിക്കുന്ന ഈ പാരീസ് വ്ളോഗ് നിങ്ങൾ കണ്ട് എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കമൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. ഞാൻ അതിനനുസരിച്ച് എൻ്റെ വീഡിയോയുടെ ക്വാളിറ്റീസും അതുപോലെ തന്നെ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വ്ളോഗുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ടും അടുത്തൊരു നല്ല ട്രാവൽ വ്ളോഗുമായിട്ടും കാണുന്നവരേക്കും പാരീസിൽ നിന്ന് ടാറ്റ ബൈ ബൈ, സീ യു ഗൈസ്.